നമസ്കാരം. പ്രിയങ്കയോ രാഹുലോ ആരാവും കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായ റായ്ബറേലിയിൽ നിന്നും ജനവിധി തേടുക എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷയും മുൻ അധ്യക്ഷയുമായ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെയാണ് ചർച്ചകൾ തിടം വെച്ചത്. റായ്ബറേലിയിൽ നിന്നുള്ള MP-യായ സോണിയാഗാന്ധി നിലവിൽ 5ാം തവണയാണ് ലോക്സഭയിലെത്തിയത്. ഉപരിസഭയായ രാജ്യസഭയിലെ അവരുടെ ആദ്യ വരവാണ് രാജസ്ഥാനിൽ നിന്നും ഇത്തവണയുണ്ടാവുക. ലോക്സഭാ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവരുടെ തീരുമാനം മകളും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്ക് ഒടുവിൽ റായ്ബറേലിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കാനാകുമെന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 77-കാരിയായ സോണിയാഗാന്ധി വളരെ കാലമായി രോഗവുമായി മല്ലിടുകയാണ്. സമീപകാല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉൾപ്പെടെയുള്ള പല പാർട്ടി ഇടപെടലുകളിൽ നിന്നും അതുകൊണ്ട് തന്നെ അവർ ഒരു പടി പിന്നോട്ട് പോയിട്ടുണ്ട്. 2019 പൊതുതെരഞ്ഞെടുപ്പിൽ അന്ന് പാർട്ടി അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി താൻ 3 തവണ പ്രതിനിധീകരിച്ച അമേഠിയിൽ നിന്നും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. മുതിർന്ന BJP നേതാവ് സ്മൃതി ഇറാനിയോട് മത്സരിച്ച് പരാജയപ്പെട്ട രാഹുൽ അമേഠിക്ക് പകരം റായ്ബറേലി തെരഞ്ഞെടുക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനത്തോടെ റായ്ബറേലിയിൽ അവർക്ക് പകരം ആരാകും എന്ന അഭ്യൂഹത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. CPI സ്ഥാനാർത്ഥിയെ നേരിടേണ്ട വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടേണ്ടതില്ലെന്ന ശക്തമായ വികാരം പാർട്ടിക്കകത്തും പുറത്തുമുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് പ്രസക്തി നിലനിൽക്കണമെങ്കിൽ BJPക്കെതിരെ രാഹുൽ ഗാന്ധി വടക്കൻ മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിക്കണമെന്ന വാദവുമുണ്ട്. റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ ആഴത്തിലുള്ള വേരുകൾ കണക്കിലെടുക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിതമായ മത്സരമായിരിക്കുമെന്നാണ് പലരും കരുതുന്നത്. അതേസമയം പലവട്ടം സമ്മർദ്ദമുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധി ഇതുവരെ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് വീണ്ടും ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഇതുവരെ അവർ മനസ്സ് തുറന്നിട്ടില്ല. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും കർണാടകയിലെ ബല്ലാരിയിൽ നിന്നും സോണിയാഗാന്ധി മത്സരിച്ചിരുന്നു. പരേതനായ ഭർത്താവ് രാജീവ് ഗാന്ധി തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിൽ പ്രതിനിധീകരിച്ച അമേഠി നിലനിർത്താൻ അവർ ബല്ലാരി ഉപേക്ഷിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ തൻ്റെ മകൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അമേഠി ഒഴിഞ്ഞുകൊടുത്ത അവർ ഗാന്ധി കുടുംബത്തിൻ്റെ മറ്റൊരു ഉറച്ച കോട്ടയായ റായ്ബറേലിയിലേക്ക് മാറി. ആദ്യ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം 17 തവണ റായ്ബറേലിയിൽ നിന്നും കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. ആദ്യം ഫിറോസ് ഗാന്ധിയും പിന്നീട് 3 തവണ അന്തരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ് ഈ സീറ്റിനെ പ്രതിനിധീകരിച്ചത്. 1977 ജനതാ പാർട്ടി നേതാവ് രാജ് നാരായൺ ഇവിടെ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് കൂടാതെ 1996-98 തെരഞ്ഞെടുപ്പുകളിൽ BJP ഈ സീറ്റ് നേടിയതുൾപ്പെടെ 3 തവണ മാത്രമാണ് റായ്ബറേലിയിൽ കോൺഗ്രസ് പരാജയം രുചിച്ചത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെ 3 പേർ ഏപ്രിലിൽ വിരമിക്കുന്നതിനെ തുടർന്നാണ് രാജസ്ഥാനിൽ രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വരുന്നത്. ഈ 3 ഒഴിവുകളിൽ ഒന്നിൽ മാത്രം വിജയിക്കാനുള്ള അംഗബലമേ രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസിനുള്ളൂ. സോണിയാഗാന്ധി രാജ്യസഭയിലെത്തിയാൽ റായ്ബറേലി ആരെടുക്കും എന്ന ചോദ്യത്തിന് വൈകാതെ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നും രാഹുൽ വയനാട് നിലനിർത്തുമോ ഉപേക്ഷിക്കുമോ എന്നും അതോടെ വ്യക്തമാവും.